FCC കൃപയുടെ പടവുകളിൽ വിശുദ്ധ അൽഫോൻസാമ്മ, ദ പാഷൻ ഫ്ലവർ. The sign of the crucified one. A true story. കുടമാളൂരിന്ന് എന്നാ അന്നക്കുട്ടി മുട്ടിയിറക്കി പോയത്? കുടമാളൂരിന്ന് പോയത് 3ാം ക്ലാസ്സിലെ പഠിത്തം കഴിഞ്ഞ 4ലേക്ക് കയറിയപ്പോഴാ. കേറി പോ പിള്ളേരെ. കെട്ടിക്കാൻ പ്രായമായ പെമ്പിള്ളേരെ മുറ്റത്ത് കിടന്ന് ചാടിത്തൊള്ളുന്നു. കേറി പോടിയല്ല. കൊച്ചൂട്ടാ, ഞാൻ വന്നതിന്റെ കാര്യം മനസ്സിലായല്ലോ. അന്നക്കുട്ടി ഇനി എന്റെ കൂടെ നിന്ന് പഠിക്കട്ടെ. ആപ്പച്ചനാണെങ്കിൽ കുരുത്തക്കേടേ കാട്ടൂ. രണ്ടുപേരും ഒരു ക്ലാസ്സിൽ പഠിച്ചാൽ അവനും ഒരു മര്യാദ ആയിക്കോളും. എന്താ മോളെ, നിനക്ക് പെരമച്ചിയുടെ കൂടെ പോരാൻ മടിയാണോ? എന്താ കൊച്ചുകൂട്ട ഒന്നും മിണ്ടാത്തത്? ഇനി ആരുടെ അഭിപ്രായം എനിക്കറിയണ്ട. ചില തീരുമാനമെടുക്കാൻ എനിക്ക് അധികാരമുണ്ട്. ഇവളുടെ അമ്മയോട് എനിക്ക് ചില കടപ്പാടുകളൊക്കെ ഉണ്ട്. അതെനിക്ക് പാലിച്ചേ പറ്റൂ. അന്നക്കുട്ടിയെ കൊണ്ടുപോകാൻ തന്നെ ഞാൻ വന്നത്. തള്ളയില്ലാത്ത കുഞ്ഞല്ലേ, ഞാനാ ഇനി അവളുടെ അമ്മ. ഇനി ഈ കുട്ടിക്കുപ്പായ ഒന്നും ഇട്ട് നടക്കണ്ട. ഇത് നസ്രാണി തറവാട്ടിലെ പെങ്കൊച്ചുങ്ങൾക്ക് ചേർന്നതല്ല. പള്ളിയിലും പള്ളിക്കൂടത്തിലും ഒക്കെ അന്നക്കുട്ടി ചട്ടയും കൊണ്ട് തന്നെ ഇടുന്നത്. ആണോ? കൊച്ചങ്ങ് വലുതായി. എന്റെ കുഞ്ഞിന്റെ അളവിനൊത്താ കൂടിയ മല്ലിന്റെ ചട്ടയും മുണ്ടും ചെങ്ങനാശ്ശേരി എന്ന് വരുന്ന പെട്ടിക്കാരനോട് പേരം വെച്ച് വാങ്ങി വെച്ചിട്ടുണ്ട്. നല്ല കസവ് കവണിയാ. മോള് പോയി ഒരുങ്ങ്. വല്യമ്മേ, ആ കൊച്ചൂട്ടന്റെ സങ്കടം കാണുമ്പോഴാ എനിക്ക് സങ്കടം. പാവം, വല്യമ്മ വേണം കൊച്ചൂട്ടന് ധൈര്യം പറഞ്ഞു കൊടുക്കാൻ. 2 പെമ്പിള്ളേര് പെരുനിറയാറായി നിൽക്കുന്നു. അവരെ കെട്ടിച്ചയക്കാനുള്ള കാര്യങ്ങൾ നോക്ക്. അന്നക്കുട്ടിയുടെ കാര്യം ഞാൻ ഏറ്റു. അവളെ നല്ല രീതിയിൽ ഞാൻ കല്യാണം കഴിപ്പിച്ചയച്ചോളാം. അത്രയും ആശ്വാസമായില്ലേ കൊച്ചൂട്ടന്? ആ ശരിയാ. സാവകാശം കാര്യം പറഞ്ഞു മനസ്സിലാക്ക്. അന്നമ്മേ, കേൾക്കുമ്പോ തമാശയായി തോന്നാം. അവളൊരു കന്യകയായി ജീവിക്കണമെന്നാ തമ്പുരാന്റെ ഇഷ്ടം. വല്യമ്മ എന്തോന്നായി പറയുന്നേ? കന്യകയായി ജീവിക്കണമെന്ന് വെച്ചാ? കന്യാസ്ത്രീയായി ജീവിക്കണമെന്ന്. അത് കൊള്ളാം. ദൈവം ഇത് ആരോട് പറഞ്ഞു? പറഞ്ഞ ആരും വിശ്വസിക്കുകയല്ല. ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്ന കുഞ്ഞാ അന്നക്കുട്ടി. വെറുതെ കളിതമാശ പറഞ്ഞ് എന്നെ വിട്ടിയാക്കരുത്. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്ക. ഒരു ദിവസം കൊച്ചു ത്രേസ്യ പുണ്യവതി അവക്ക് പ്രത്യക്ഷപ്പെട്ടു. ഏത് കൊച്ചു ത്രേസ്യ? കൊച്ചു ത്രേസ്യ പുണ്യാളത്തി. അശോ, അവര് ഫ്രാൻസിലെ കണ്ടുള്ളതല്ലേ? അവരെങ്ങനെയായി കുടമാളൂര് വരുന്നേ? അധികം പരിഹാസം വേണ്ട. എന്റെ വിവരം അത്രേ ഉള്ളൂന്ന് കരുതിക്കോ. എന്നിട്ട് എന്നാ പറഞ്ഞു കൊച്ചു ത്രേസ്യ? ഒരു കന്യാസ്ത്രീ ആവണമെന്ന്. ഷോ, ഈ കൊച്ചു ത്രേസ്യ പുണ്യാളത്തിയുടെ ഒരു കാര്യം. മൊട്ടേന്ന് വരിയാത്ത പിള്ളേരെ പിടിച്ച് കന്യാസ്ത്രീയാക്കണമെന്ന്. ഈ കുഗ്രാമം തപ്പിപ്പിടിച്ച് പൊട്ടി പെണ്ണിനോട് ഈ വിവരം പറയാൻ പുണ്യാളത്തി ഒരുപാട് കഷ്ടപ്പെട്ട് കാണും. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ദേഷ്യപ്പെടരുത്.
വല്യമ്മയും ഞാനും ഒക്കെ ഈ പ്രായം കഴിഞ്ഞ് വന്നതല്ലേ. ഈ പ്രായത്തിൽ ഇതല്ല ഇതിന്റെ അപ്പുറവും തോന്നും. എനിക്ക് ഈ പ്രായത്തിൽ എത്ര പേരാ ഉറക്കത്തിലും മയക്കത്തിലും ഒക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. പ്രാർത്ഥനയുടെ കുറവാ, അല്ല അതൊന്നുമല്ല. അവളെ ഞാൻ നന്നായി പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചോളാം. വല്യമ്മ സമാധാനപ്പെട്. ആ അന്നമ്മേ, ഇനിയിപ്പോ പോയാ മുട്ടിയറ ചെല്ലുമ്പോ രാത്രിയാവും, വള്ളവും കിട്ടൂല. വർത്താനം പറഞ്ഞ് ഞാൻ അങ്ങ് ഇരുന്നു പോയി. ആ ഇനി നാളെ പോവാ. പിള്ളേരുടെ അപ്പൻ അവിടെ കാത്തിരിക്കും. ദേ മഴയും തൂളി. ആ ഇനി ഏതായാലും നാളെ പോകാം. അവൾ മുട്ടിയിറക്കി പോയപ്പോൾ ഞാനും അവളും ഒരുപോലെ കരഞ്ഞേച്ചാണ് പോയത്. അവൾ വലിയവായിലെ നിലവിളിച്ചുകൊണ്ട് അത് കെട്ടും. ഞാനിവിടെ 2-3 ദിവസത്തേക്ക് ഞാൻ നിലവിളിയായിരുന്നു. ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ ഈശോ മോളെ. അന്നക്കുട്ടി പോവല്ലേ? ആഹാ, ഇത് നല്ല കൂത്ത്. ഇത്രയ്ക്ക് ഇഷ്ടായിരുന്നോ നിങ്ങൾ തമ്മില്? അന്നക്കുട്ടി പഠിക്കാൻ പോവല്ലേ? ഇടയ്ക്കിടെ അപ്പന്റെ കൂടെ അന്നക്കുട്ടി ഇവിടെ വരും. അന്നേരം കാണാലോ രണ്ടുപേർക്കും. കൂട്ടുകാരി വഴി വരെ കൊണ്ടാക്കും. പിന്നീട് ഉപ്പുമൈഞ്ഞം പോയി അവളെ കൊണ്ടുവരികയായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. പലപ്പോഴും കൊണ്ടുവന്നു. എന്നാൽ ഞാൻ എന്ത് നിരീക്ഷിച്ചാലും സാധിച്ചു തരുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യമുണ്ട്. അന്നക്കുട്ടി ഇന്നാന്ന് പറഞ്ഞാൽ അത് സാധിക്കും. അന്നക്കുട്ടിയുടെ പ്രിയപ്പെട്ട തോഴി ലക്ഷ്മിക്കുട്ടിയമ്മയ്ക്ക് ഇന്നും ചോദിക്കുന്നതെല്ലാം അൽഫോൻസാമ്മ സാധിച്ചു കൊടുക്കുന്നു എന്ന സാക്ഷ്യം യേശുവിന് എത്രമാത്രം പ്രിയപ്പെട്ട മകളായിരുന്നു അൽഫോൻസാമ്മ എന്നുള്ളതിന്റെ തെളിവാണ്. ഇന്ന് വിശുദ്ധ അൽഫോൻസാമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് 10,000 വിശുദ്ധ കബറിടം സന്ദർശിക്കുകയും ജീവിച്ചു മരിച്ച ഭരണങ്ങാനം ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺവെന്റിലെ മുറി സന്ദർശിച്ച് ആ വിശുദ്ധയെ വണങ്ങുകയും ചെയ്യുന്ന കാഴ്ച ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിച്ച അൽഫോൻസാമ്മയ്ക്കുള്ള തമ്പുരാന്റെ സമ്മാനമായി മാറി വിശുദ്ധ പദവി. ലോകത്തിന്റെ ദൃഷ്ടിയിൽ വിലപ്പെട്ടതോ പ്രശംസനീയമോ ആയ നേട്ടങ്ങളൊന്നും കൈവരിക്കാതെ കന്യകാലയത്തിന്റെ കന്മതിലിനുള്ളിൽ നിത്യരോഗിണിയായി അജ്ഞാതയായി കഴിഞ്ഞ അൽഫോൻസാമ്മ ഇന്ന് സർവ്വലോകത്തിൻ്റെയും ശ്രദ്ധയ്ക്കും സ്നേഹാദരങ്ങൾക്കും പാത്രീഭൂതയായിരിക്കുകയാണ്. ദൈവം തന്റെ ദാസിയുടെ താഴ്മയെ തൃക്കൺ പാർത്തു. സാർവത്രിക സഭയുടെ പരമാധ്യക്ഷനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കേരളക്കരയിലെത്തി നമ്മുടെ ഈ ശ്രേഷ്ഠ സഹോദരിയെ വാഴ്ത്തപ്പെട്ടവളെന്ന് നാമകരണം ചെയ്ത് അൾത്താരയിലേക്ക് ഉയർത്തി. എന്തായിരുന്നു ഇതിന്റെ എല്ലാം രഹസ്യം? കണ്ട സുമുഖനാ. ചെറുക്കൻ എത്ര വയസ്സ് വരും? 16 കഴിഞ്ഞു. അന്നക്കുട്ടിക്ക് 14. 2 വയസ്സ് വ്യത്യാസം നല്ലതാ. ഞാൻ ഈ പയ്യന്റെ അപ്പനെ പറ്റി ഓർക്കുമായിരുന്നു. ഒരു ചെറിയ ചട്ടുള്ള ആളാണ്. അത് തന്നെ ചട്ടം മുടന്ന ഉള്ളിടത്തേക്ക് എന്റെ പെണ്ണിനെ ഞാൻ വിടുകയില്ല. അമ്മേ, അജർക്കന്റെ അപ്പനല്ലേ? വേണ്ട, കൊച്ചിന് വിവരമുണ്ട് ഈ കാര്യത്തിൽ എനിക്ക് ഇച്ചിരി വിവരക്കേടുണ്ട്. അയാൾ നല്ലപോലെ കഴിക്കുന്ന ആളല്ലേ? കള്ളുകൂടിയനാണോ? അത് പിന്നെ ആണുങ്ങളെ കുറച്ചൊക്കെ കഴിക്കൂലേ.
രാവിലെ ഒരു കോപ്പ പന, ഉച്ചയ്ക്ക് ഒരു കോപ്പ കള്ള്, പിന്നെ പാതിരാത്രി ആവുമ്പോ ഒരു തൊട അന്തി. ഇത് ശരിയാകില്ല. കുടിയന്റെ വീട്ടിലേക്ക് എന്റെ മോളെ വിടാനോ? ഇടക്കാരൻ വേറെ ആലോചന കൊണ്ടുപോവാ. എന്നാ പിന്നെ നമുക്ക് ആ വാഴപ്പിള്ളിയിലെ കേസം കൂടെ ആലോചിച്ചാലോ? അവരാണെങ്കിൽ അന്നക്കുട്ടിയെ പള്ളി വെച്ച് കണ്ടിട്ടുമുണ്ട്. അവര് വലിയ പണക്കാരല്ലേ മത്തായി? തന്നാൽ എളിയ ബന്ധമായി എപ്പോഴും നല്ലത്. ചെറുക്കന്റെ അമ്മയ്ക്ക് ഇവിടുത്തെ കൊച്ചിനെ വലിയ ഇഷ്ടമാ. എന്റെ കല്യാണക്കാരി എന്നാ ആലോചിക്കുന്നത്? അയ്യോ പുന്നായിരിക്കുന്നു. അവനൊരു തമാശ പറഞ്ഞതല്ലേ. ഞാൻ നിന്നെ കെട്ടുമ്പോ അവന്റെ പ്രായമല്ലേ ഉള്ളൂ. നീ പ്രസവിക്കാൻ താമസിച്ചതിന് ഞാൻ എന്ത് ചെയ്യാനാ? ഒരു പെങ്കൊച്ചു വന്ന്. ഇതാ എന്റെ മോളെ അന്നക്കുട്ടി പള്ളി പോയിട്ട് വരുവാ. സുന്ദരി കുട്ടിയാണല്ലോ. കണ്ണു വെക്കാതോ. താൻ എന്താ പെമ്പിള്ളേരെ കണ്ടിട്ടില്ലേ? അതല്ല ചേർത്തി, നല്ല ചേർച്ചയാ, സംശയമില്ല. ഞാൻ പോവാ. നില്ലു മോളെ. എടി പെണ്ണേ, ഞാൻ ഒരു അളിയനാൻ പോവാ. എനിക്ക് കല്യാണമൊന്നും വേണ്ട. അത് നീയാണോ തീരുമാനിക്കുന്നത്? അത് കാര്യമാക്കണ്ടേ ചേർത്തി? എത്ര ആലോചനകളാ വരുന്നത്. ചെറുക്കന്മാരാണെ വട്ടമിട്ട് പറയ്ക്ക. എന്റെ ആദ്യം എനിക്കല്ലേ അറിയൂ. പെമ്പിള്ളേർ അങ്ങനെ പറയൂ. വേണ്ട വേണ്ടാന്ന് പറയുമ്പോ നമ്മള് വേണം വേണമെന്ന് വിചാരിച്ചോളണം. ഇതാ സൈസ് ഒന്നുമല്ല. ഏത് സൈസ്? പോടാ അവിടുന്ന്. അച്ചായൻ എന്താ ഒന്നും മിണ്ടാത്തത്? പെണ്ണ് പുര നിറഞ്ഞു നിൽക്കുന്നു. എനിക്കല്ലേ അതിന്റെ ആദ്യമുള്ളൂ. നമ്മൾ ആലോചിക്കാഞ്ഞിട്ടാണോ? അവളൊന്ന് സമ്മതിക്കണ്ടേ? പറയുന്നതിലൊന്നും തോന്നരുത്. ഞാൻ 4 പെൺമക്കളുടെ തന്തയാ. ഒരുത്തി കാളവണ്ടിക്കാരന്റെ കൂടെ പോയി, മറ്റൊന്ന് അവികൃത ഗർഭം ഉണ്ടായി പ്രസവിച്ച് വീട്ടിൽ നിൽക്കുന്നു. അവൻ കെട്ടാന്ന് പറഞ്ഞിട്ട് ഇതുവരെ കെട്ടിയിട്ടില്ല. 3ാമത്തേന്റെ ഒരു ചട്ടളുകൊണ്ട് അടങ്ങി നിൽക്കുന്നു. 4ാമത്തേത് കൊച്ചാ. ചേച്ചിമാരെ കണ്ടല്ലേ അതും വളരുന്നത്. ഇനി ഈ കൊച്ചിന് അങ്ങനെ വല്ല മോഹം ഉണ്ടോന്നൊന്ന് തിരക്ക്. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ അവളെ കൊല്ലും. അടങ്ങന്നെ. എന്റെ മോൾക്ക് അങ്ങനെയുള്ള ദുർബുദ്ധിയൊന്നും തോന്നില്ല. ഇടക്കാരൻ ചെന്ന് ആ വാഴപ്പള്ളിക്കാരുടെ ഇവിടം വരെ ഒന്ന് വരാൻ പറ. ഉടനെ നമുക്ക് നടത്താം. എന്റെ ഈശോയെ, എന്നെ രക്ഷിക്കണേ ഈശോയെ. ഈ കല്യാണാലോചനകളൊന്നും നടക്കല്ലേ ഈശോയെ. എടി അന്നക്കുട്ടി, നീ വലിയ രാജകുമാരിയല്ലേ. നിന്നോട് അമ്മയ്ക്ക് സ്നേഹം മുഴുവൻ. ഏത് നേരവും എന്റെ അന്നക്കുട്ടി, എന്റെ അന്നക്കുട്ടി, എന്റെ മോള്, എന്റെ മോള്. പിന്നെ ഞാനേതാ? എത്ര വന്നാലും നീ വീട്ടിലെ അല്ലല്ലോ. അയ്യോ, ഇതെന്ത് പറ്റി? കരയുവാണോ? എന്റെ പൊന്നെ കരയല്ലേ, ഞാൻ ഒരു തമാശ പറഞ്ഞല്ലേ. എന്റെ കർത്താവേദി വരുന്നുണ്ട്. എന്തു പറ്റിയടി? എന്തു പറ്റിയെന്നാ ചോദിച്ചത്? എന്റെ പേരമ്മേ, എനിക്ക് കല്യാണം ആലോചിക്കുന്നത് നീയാണോ തീരുമാനിക്കുന്നത്? തള്ളയില്ലാത്ത കൊച്ച. എത്രയും വേഗം ഒരുത്തനെ പിടിച്ച് ഏൽപ്പിച്ചിട്ട് വേണം എനിക്ക് ഭരിക്കാൻ. എന്റെ പാറ മാതാവേ, എന്റെ കുഞ്ഞിന് നല്ല ബുദ്ധി കൊടുക്കണേ. എനിക്ക് ഇഷ്ടമല്ല കല്യാണം. തർക്കത്തരം പറയുന്നോടി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇവിടെ മുതിർന്ന ആൾക്കാരുണ്ട് കാര്യങ്ങൾ തീരുമാനിക്കാൻ. നീ അങ്ങ് അനുസരിച്ചാ മതി. ഇത്രയും ധിക്കാരമൊന്നും ഈ പ്രായത്തിൽ വേണ്ട കേട്ടോ. അഹങ്കാരി. എന്റെ ഈശോയെ, എന്നെ ഇങ്ങനെ പരീക്ഷിക്കാതെ. എത്ര കാലം ഇതിനൊക്കെ വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. ഒരു മഠത്തിൽ നിന്ന് പോലും എന്നെ ആരും തിരക്കി വരുന്നില്ല. ഒരു കന്യാസ്ത്രീ മഠത്തിൽ ചെന്നെന്റെ ആഗ്രഹം പറയാൻ എന്റെ പേരമ്മ എന്നെ അനുവദിക്കുന്നുമില്ല. ഞാൻ എന്ത് ചെയ്യും? നീയല്ല എന്റെ മണവാളൻ. നീയല്ലാതെ എനിക്ക് ആരെയും വേണ്ട. എടി അന്നക്കുട്ടി, നീ പറയുന്നതൊക്കെ ഞാൻ കേട്ടു. ആരെയാടി നീ കണ്ടുവച്ചിരിക്കുന്നത്? ആരാടി നിന്റെ മണവാളൻ? എടി പറയാനാ പറഞ്ഞത്. കണ്ണിലെ കൃഷ്ണമണി പോലെ നിന്നെ ഞാൻ വളർത്തി. ഇപ്പൊ അവക്ക് മണവാളനുമായി. അമ്മയില്ലാത്ത കുഞ്ഞിനെ കാക്കിന്റെ മരുന്നിനും കൊടുക്കാതെ വളർത്തിയതിന്റെ ശിക്ഷ. ഊരടി എന്റെ മാലയും വളയല്ല. നിനക്ക് തോന്നിയ ദിവസം നടക്കാനല്ല ഞാനിതെല്ലാം വാങ്ങിത്തന്നത്. ഊരടി ഇവിടെ. മാലയും വളയും ഊരാനാ പറഞ്ഞത്. വാടി ഇവിടെ. എവിടാന്ന് വെച്ച പൊയ്ക്കോ. എനിക്ക് നിന്നെ കാണണ്ട.
തള്ളയില്ലാത്ത കുഞ്ഞല്ലേന്ന് വിചാരിച്ച് കൊഞ്ചിച്ചു കൊഞ്ചിച്ച് വഷളാക്കി. എന്റെ കൺവെട്ടത്ത് കണ്ടുപോകരുതോ. പൊക്കോടുന്നു നിക്കടവിടെ. എന്റെ ഈശോയെ, ഞാനൊരു പാവമല്ലേ? ഈശോയെ, എനിക്കൊരു അമ്മ ഉണ്ടായിരുന്നെങ്കിൽ. എന്റെ ഇച്ചാച്ചൻ ഇതറിഞ്ഞ തീർച്ചയായും എന്നെ വീട്ടിൽ കൊണ്ടുപോകും. പക്ഷെ ഞാൻ പറയില്ല. പാവ ഇച്ചാച്ചനെ ഞാൻ വിഷമിപ്പിക്കില്ല. പേരമ്മയ്ക്ക് എന്നോടുള്ള ഇഷ്ടം കൊണ്ടോ ഇങ്ങനെ പെരുമാറുന്നെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്കിത് സഹിക്കാൻ വയ്യ. എടാ ആപ്പച്ചാ, എടാ എന്തോ? എടാ എന്റെ കൊച്ചെന്തിയടാ? അത് ഞാനല്ലേ. ശരിയാക്കും നിന്നെ ഞാൻ. എടാ എന്റെ പെങ്കൊച്ച അന്നക്കുട്ടി എന്തിയടാ? അമ്മയല്ലേ പോകാൻ പറഞ്ഞത്? ആ പോയി കാണും. അയ്യോ എന്റെ ദൈവമേ, ഞാൻ ദണ്ണം കൊണ്ട് പറഞ്ഞതാ. അത് കാര്യായോ? എടി അന്നക്കുട്ടി, പോയി നോക്കാം. അന്നക്കുട്ടി, അന്നക്കുട്ടിയേ, മോളെ അന്നക്കുട്ടി. എന്റെ ഈശോയെ, ഞാനിനി ഇത് എവിടെ? എടി എന്നെ പെണ്ണെ, നീ ഇവിടെ വന്നിരിക്കണോ? അറക്കാത്തവരെ നോക്കി നിന്റെ പേരമ്മ. എഴുന്നേറ്റേക്ക് വന്നേ. ഞാൻ വരുന്നില്ല, എന്നോട് പോയിക്കോളാൻ പറഞ്ഞില്ല. അമ്മയുടെ സ്വഭാവം നിനക്ക് അറിയാവുന്നല്ലേ? ഇടിവെട്ടി പെയ്യുന്ന മഴ പോലെയാ, പെട്ടെന്ന് ശാന്തമാകും. വരുന്നില്ല. ദേ വരുന്നുണ്ട് പെയ്തു പെറുക്കി. അന്നക്കുട്ടി മോളെ, ദേ ഇവിടെ ഇരുന്ന് കരയുമായിരുന്നു. മോളെ എന്തിനാ മോളെ നീ ഇങ്ങനെ സങ്കടപ്പെടുന്ന? ഇത് നല്ല കൂത്ത്. അമ്മയല്ലേ പറഞ്ഞ പോയിക്കോളെ. പോടാ അവിടുന്ന്. ഞങ്ങൾ അമ്മയും മോളും അങ്ങനെ പലതും പറയും. അതിന് നിനക്കെന്താ? എന്റെ പൊന്നെ, നിന്നെ കാണാൻ നീ പേരമ്മ എന്തേരം വിഷമിച്ചു. അമ്മ എന്തെങ്കിലും പറഞ്ഞോന്ന് വെച്ച് ഇങ്ങനെ കാര്യാക്ക. വന്നേ ചോറുണ്ണ. എനിക്ക് ദേഷ്യം വരും കേട്ടോ. ഇവിടെ എടാ ആപ്പച്ച, വേഗം പോയി മറിയപ്പണ്ണോട് ചോറ് എടുത്തു വെക്കാൻ പറ. ഓ എന്റെ കാര്യമാ കഷ്ടം. എന്തോടോ ചോറ് എന്തേലും എടുത്തു വെച്ചോന്ന് പറയായിരുന്നു. ഇനി തുടങ്ങും കഴുകലും ഉമ്മവയ്ക്കലും ഒക്കെ. എല്ലാം മാറ്റി മുഖമെല്ലാം കഴുകി വാ നമുക്ക് ചോറുണ്ണ. അമ്മച്ചി എന്തെങ്കിലും പറഞ്ഞോന്ന് വെച്ച് അത് ഇത്ര കാര്യാക്കാനാ? ആ ആപ്പച്ചനാ ഇതിനെല്ലാം കാരണം. മോളുവാ. കഴിക്കും മോളെ. മത്തച്ഛന്റെയും ലൂക്കാച്ചന്റെയും കത്ത് ഇന്നലെയും വന്നു. അന്നക്കുട്ടി പെങ്ങൾക്ക് ക്ഷീണമുണ്ടോ? അവൾ ആഹാരം കഴിക്കുന്നുണ്ടോ? അവധിക്ക് വരുമ്പോ അവരുടെ വഴക്ക് ഞാൻ കേക്കും. അമ്മയുടെ മോടെ പിണക്കമെല്ലാം തീർന്നോ? പോടി അവിടുന്ന്. ഇവിടെ ആരാ പിണങ്ങിയത്? ഏയ് ഇവിടെ ആരാ പിണങ്ങിയത്? മറിയ വെറുതെ പരദൂഷണം പറയരുത്. പോടാ അവിടുന്ന്. ഇതങ്ങനെ കിടക്കും. മറിയേ കുറച്ച് ആരും കുടിച്ചേ. ഹാ മറിക്കാതെ ഒഴിയടി മറിയേ. നീ ഇങ്ങനെ ചോറും പാത്രത്തിൽ കുരിശ് മരിച്ചിരിക്കാതെ കഴിക്കണ്ട പെണ്ണേ. എനിക്ക് ദേഷ്യം വരും കേട്ടോ. പെണ്ണു കൊഞ്ചി ഒരു പരുവായി. നിന്നെ വല്ലയിടത്തും കെട്ടിച്ചു വിട്ടാ നാട്ടുകാരെന്നെ കുറയ്ക്കുമല്ലോടി. എത്ര പറഞ്ഞിട്ട് മിണ്ടാട്ടം ഉണ്ടോന്ന് നോക്കിക്കേ. മിണ്ടാ പെണ്ണെ കൊണ്ട് അമ്മയെന്ന് മിണ്ടിച്ചാൽ അമ്മയ്ക്ക് 10 പവൻ തരാം. ഓ അവന്റെ കയ്യിലിരിക്കുന്നു പാവൻ. എടാ ഞാൻ എന്റെ കൊച്ചിന് 70 പവനും അതിനടുത്ത അനുസാരികളും കൊടുക്കും. നീ കണ്ടോ? ആ അത് കാണാം. എനിക്കിന്ന് ഉപവാസമാ. ഹോ മിണ്ടി. ഉപവാസമോ? ഞാൻ കുറെ ഏറെ നാളായി കാണുന്നതാ. ചോറും കറികളും ധർമ്മക്കാർക്ക് കൊടുക്കുക, വേലക്കാർക്ക് കൊടുക്കുക. എന്ത് ഭാവിച്ചോണ്ടാ പെണ്ണേ? എനിക്കറിയണം. ആർക്ക് വേണ്ടിട്ടാ നീ ഉപവാസം നിൽക്കുന്നേ? പറയടി, പറയാൻ. എന്റെ ഈശോയ്ക്ക് വേണ്ടി. ഈശോയ്ക്ക് വേണ്ടിയോ? അവിടെ നിൽക്കാൻ, അവിടെ നിൽക്കാൻ. ഈ വിശപ്പിന്റെ വില ആ കൊച്ചിന് അറിയില്ല. എടി മറിയേ, ഈ അന്നപ്പെണ്ണെന്തിനാ ഉപവാസം എടുക്കുന്നതെന്ന് അറിയാമോ? ആ ആർക്കറിയാം. മനസ്സിനിറങ്ങി ഒരു ചെറുക്കനെ കിട്ടാൻ ഈ തിങ്കളാഴ്ച വ്രതം എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഞാനും ഒരു കൈ നോക്കാൻ പോവാ. ഡാടാ എഴുന്നേക്കടാ. ഹോ ഈ അടുക്കളക്കാരോ ആയിരിക്കുന്നവരെ കേക്കണം. പോടാ പോടാ. അയ്യോ
പരിശുദ്ധ മറിയമേ, എന്റെ അമ്മേ, എന്റെ ഹൃദയം നിന്റെ തിരുക്കുമാരന് ഇഷ്ടമുള്ള പൂങ്കാവനമാക്കി തീർക്കണമേ. നിന്റെ തിരുവിഷ്ടം അനുസരിച്ച് ജീവിക്കുവാനുള്ള ധൈര്യം എനിക്ക് തരണമേ. എനിക്കൊന്നും അറിയില്ല, എനിക്കൊന്നും അറിയില്ല യേശുവേ. എന്റെ ഈശോയെ, എന്റെ കുഞ്ഞിനൊരു ദുർബുദ്ധിയും തോന്നിക്കല്ലേ. മോളെ, ഞാനാ. എന്താ അമ്മേ? എന്റെ മോളെ, അമ്മ നിന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. നീ ഒരുപാട് വേദനിച്ചു നമ്മക്കറിയാം. അമ്മയ്ക്ക് അതിന് അവകാശമുണ്ടല്ലോ. ഞാൻ അനുസരണക്കേട് കാട്ടിയതുകൊണ്ടല്ലേ? നീ ഒരു അനുസരണക്കേടും കാട്ടിയില്ല. എന്റെ വിഷമം മോള് മനസ്സിലാക്കണം. എന്റെ കുഞ്ഞു വിഷമിക്കുന്നത് കാണുമ്പോ എന്റെ ഉള്ളു തകരുകയാണ്. എന്റെ കണ്ണടയും മുമ്പേ നിന്നെ ബലമുള്ളൊരു കയ്യിൽ ഏൽപ്പിക്കണം. അതാണ് എന്റെ ആഗ്രഹവും പ്രാർത്ഥനയും. മാത്തപ്പനും ലൂക്കോച്ചനും നിന്റെ കല്യാണത്തിന് വേണ്ട ഡ്രസ് എല്ലാം വാങ്ങിച്ചു. തട്ടാൻ സ്വർണവും പണിതു. ചിങ്ങത്തി കല്യാണം നടത്തും. വാഴപ്പള്ളിക്കാർ നല്ല കുടുംബക്കാരാ. ഇട്ടു മൂടാനുള്ള സ്വത്തുണ്ട്. ചെറുക്കന് നിന്നെ വലിയ ഇഷ്ടമാ. ഞങ്ങൾക്കും ബോധിച്ചു. എന്റെ പേരമ്മ. നിന്റെ ഈ കള്ളക്കരച്ചിൽ കൊണ്ടൊന്നും പേരമ്മ വീടില്ല. ഈ അന്നമ്മ ഒരു കാര്യം തീരുമാനിച്ച നടത്തിയിരിക്കും. ആരാ ജയിക്കുന്നത് നീ നോക്കിക്കും. എടി അന്നമ്മേ, കുറെ നാളായല്ലോ ഇവിടെ വഴക്കും കരച്ചിലും പിടിച്ചിലും ഒക്കെ. നാട്ടുകാരറിഞ്ഞ നാണക്കേടാ. എന്റെ പേരപ്പ, എനിക്ക് കല്യാണം വേണ്ട പേരപ്പ. എന്നെ നിർബന്ധിക്കല്ലേ പേരപ്പ. പറ പേരപ്പ. ഈശോമിശിയുടെ 5 തിരുമുറിവുകളെ പ്രതി എന്നെ കല്യാണത്തിന് നിർബന്ധിക്കരുത്. മോളെ, അന്നമ്മേ, അവൾക്ക് മഠത്തിൽ ചേർന്ന് കന്യാസ്ത്രീ ആകണമെങ്കിൽ അങ്ങനെ തന്നെ ആകട്ടെ. അതാ ശരി. എന്ത് ശരി? ഒന്നുമില്ല. പോയി കിടന്ന് ഉറങ്ങടാ. വലിയൊരു പറയുന്നത് നിനക്കെന്ത് കാര്യം? ഓ, എന്നെ വല്ല മടത്തിലെടുത്തിരുന്നേ ഞാൻ പോയേനെ. ഇതിലും ഭേദം അതാ. എനിക്കുമുണ്ട് വാശി. ഞാൻ നിന്നെ പാലൂട്ടി വളർത്തിയതാണോ? എങ്കിൽ എന്റെ തീരുമാനം ഞാൻ നടപ്പിലാക്കും. ഈ അന്നമ്മയുടെ തീരുമാനമാണ്. എനിക്കൊന്ന് കാണണം നീ മടത്തി പോകുന്നത്. നിന്നെ ഞാൻ ഒരിടത്തും വിടില്ല. കല്യാണം വേണ്ടെങ്കിൽ വേണ്ട. ഇവിടെ എന്റെ കൂടെ നിന്നു. നിനക്ക് ജീവിക്കാനുള്ള സ്വത്ത് തരാൻ ഈ അന്നമ്മയ്ക്ക് കഴിയും. കഴിവടി, നീ നോക്കിക്കോ. ഇതുവരെ തീർന്നില്ലേ? ഉറങ്ങാനും സമ്മതിക്കത്തില്ല. പണിയുണ്ട്. എടി അന്നമ്മേ, എന്തോ മതി വർത്തമാനം. പോയി കിടന്നുറങ്ങ്. അല്ല ചായ, തർക്കുത്തരം പറയുന്നോ? പോയി കിടന്നുറങ്ങടി. ദേ പോകുന്നേ. സംഗതി ഏറ്റു. ആപ്പച്ചനോടാ കളി. പരിത്രാണകനാമീശോ
ഇപ്പൊ വന്നതേ ഉള്ളൂ. പൗലോച്ച തിരുവനന്തപുരത്ത് പോയിരിക്കുക. മോളെ വിളിക്കാം. വേണ്ട, പ്രാർത്ഥന കഴിയട്ടെ. ഇച്ചാച്ചന്റെ ശബ്ദം. ഇച്ചാച്ചൻ വന്നു. ഇച്ചാച്ച, മോളെ, ഒരുപാട് താമസിച്ചല്ലോ. വള്ളം കിട്ടാൻ താമസിച്ചു. കുടിക്കാൻ എടുക്കട്ടെ? വേണ്ട, പ്രാർത്ഥന കഴിഞ്ഞിട്ട് മതി. ആരാമേ വന്നത്? അന്നക്കുട്ടിയുടെ ഇച്ചാച്ചനാ. ആ, മോള് ചെല്ല്. നന്നായിട്ടൊന്ന് ഉറങ്ങി വരികയായിരുന്നു. ഇതെന്താ പേരക്കാത്ത റോഡിടാൻ പോകുന്നു? മോളെ, എന്തു പറ്റി മോളെ? ദിവസവും പ്രാർത്ഥനയും കരച്ചിലും തന്നെ, പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. ഇവളെന്നെ നാണം കെടുത്തു. എന്റെ കൊച്ചൂട്ടാ, ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിട്ട് പോയാ മതി. മോളെ, എന്താ ഇത്? ഇവിടെ എന്തിന്റെ ഒരു കുറവാണെന്നൊന്ന് ചോദിക്ക്. ഈ അപ്പച്ചനെ പോലും ഞാൻ മോനേന്ന് വിളിച്ചിട്ടില്ല. ഏതു നേരം ഇവളുടെ വിചാരവാ. ഇവനും എന്റെ മകൻ തന്നെ. അമ്മ ഏതായാലും ഒരു സത്യം പറഞ്ഞു. കൊച്ചൂട്ടനൊന്ന് നോക്കിയേ, ഈ താഴെ കിടക്കുന്ന എന്നതാ? പാറക്കല്ലുകൾ. ഇതേ മുട്ടുകുത്തിയാ പ്രാർത്ഥന. ഈ പ്രായത്തിൽ ഏതെങ്കിലും പെമ്പിള്ളേർ ഇതുകൂട്ട് പേക്കുത്ത് കാണിക്കുവോ? മോളിങ് വന്നേ, ഇച്ചാച്ചൻ ചോദിക്കട്ടെ. സഹനമാണ് പോലും സഹനം. ഏതു നേരം നോമ്പ് ഉപവാസവും പ്രാർത്ഥന കണ്ടിട്ട് മനുഷ്യന് പേടിയാവുന്നു. എന്താടി ഇത്? പേരമ്മേ, പോയി വരാം. ആപ്പച്ച പോട്ടെടാ. നീ വരുന്നവരെ ഈ വീട് ഉറങ്ങിപ്പോവും. ആപ്പച്ചൻ പറഞ്ഞത് നേരാ. അടുത്ത ഞായറാഴ്ച എത്തിയേക്കണം. ഓള് നടന്നു. കൊച്ചൂട്ടാ, ഒന്ന് നിന്നേ. എടാ ആപ്പച്ച, നീ അവളുടെ കൂടെ വഴി വരെ ഒന്ന് ചെല്ല്. ഒരാഴ്ച കൊണ്ട് കൊച്ചിന്റെ മനസ്സ് മാറ്റിയെടുക്കണം. വാഴപ്പള്ളി കേസ് അല്ലെങ്കിൽ വിട്ടുപോകും. അവിടെ ചെന്ന് ചേച്ചിമാരെയും കൂട്ടുകാരെയും കണ്ടു കഴിയുമ്പോ അവളുടെ സങ്കടമൊക്കെ മാറും. ഞാനെല്ലാം തമ്പുരാനെ ഏൽപ്പിക്കുക. അന്നക്കുട്ടിയെക്കുറിച്ച് തമ്പുരാനൊരു പദ്ധതിയുണ്ട്. നമ്മൾ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒന്നോർത്ത് സമാധാനിക്കുക. എന്റെ കുഞ്ഞൊരു പ്രാർത്ഥിക്കുന്ന കുഞ്ഞാ. അതുകൊണ്ട് ഏത് അന്തസ്സിൽ പ്രവേശിച്ചാലും അവൾക്ക് നല്ലതേ വരൂ. ദൈവത്തിൽ ആശ്രയിക്കുക. നടക്കട്ടെ. വന്നതും ഫസ്റ്റ്, നിന്നതും ഫസ്റ്റ്. പേരമ്മയെക്കുറിച്ച് അന്നക്കുട്ടി എന്തെങ്കിലും പറയാറുണ്ടായിരുന്നോ? പേരമ്മയെ വളരെ ഇഷ്ടമെന്ന് വെച്ചാൽ വളരെ ഇഷ്ടമായിരുന്നു. പേരമ്മ മുഴുവൻ വിളിക്കുകയല്ല, അങ്ങനെയായിരുന്നു പേരമ്മയോട്. പേരമ്മ എന്തെല്ലാം പറഞ്ഞാലും അവൾക്ക് ഇഷ്ടമേടില്ല എന്ന് അവൾക്ക് പേരമ്മയോട് എന്നും ഇഷ്ടമാണ്. പേരമ്മയോടും വല്യപ്പനോടും ഒക്കെ വളരെ ഇഷ്ടമാണ്. ഒരു മനുഷ്യരോടും പിണക്കമില്ല. എന്നും പറയുക, ആ തെക്കോർത്ത മുറ്റത്തിറങ്ങിയിരുന്നോണ്ട് കാര്യം സങ്കടം വരുമ്പോൾ. അന്നക്കുട്ടിയുടെ കല്യാണക്കാര്യത്തെക്കുറിച്ച് ലക്ഷ്മിക്കുട്ടി അമ്മയോട് അന്നക്കുട്ടി സംസാരിച്ചിട്ടുണ്ടോ? അന്നക്കുട്ടിയുടെ കല്യാണക്കാര്യത്തെ പറഞ്ഞ് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഞാനൊരു വരനെ കണ്ടിട്ടുണ്ട്, ആ വരൻ മതി എനിക്കെന്ന് പറഞ്ഞു. പക്ഷെ അവരുടെ അടുത്ത വേറെ ഉള്ള ആണുങ്ങളാണ്. അവർ ദൈവത്തിനെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ദൈവവിചാരമായിരുന്നു അവൾക്ക്. അന്നക്കുട്ടി കല്യാണം ഇഷ്ടമില്ലായിരുന്നു. കല്യാണത്തിൻ്റെ കാര്യം അവൾക്ക് ഇഷ്ടമല്ല. കല്യാണം പറയുന്നിടത്ത് കേൾക്കുന്നിടത്ത് വിരോധമാണ്. അത് തള്ള അറിഞ്ഞില്ല. തള്ള വേറെ ഏതാണ്ടാ ഓർത്ത്. അവൾ ദൈവത്തിനെ വിചാരിച്ചുകൊണ്ട് തന്നെയായിരുന്നു രായും പകലും എപ്പോഴും ദൈവവിചാരം എന്നൊരു കാര്യം ഉണ്ടായിരുന്നുള്ളൂ അന്നക്കുട്ടിക്ക്.
അതുകൊണ്ട് അവൾക്ക് ദൈവം അങ്ങനെ നല്ലത് വരുത്തി. അവൾക്ക് നല്ല വഴി അവൾ പോയി. ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരുമ്പോൾ എല്ലാ കാര്യവും പറയും. ഞാനുള്ളതൊക്കെ അവളോടും പറയും, അവളൊക്കെ എന്നോടും പറയും. അങ്ങനെ ഞങ്ങളെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു എപ്പോഴും വരുമ്പോഴൊക്കെ. നീ ആളാകെ മാറിപ്പോയി. പഴയ അന്നക്കുട്ടിയല്ല. ഒരു കാര്യം നീ എന്നോട് ഇപ്പൊ പറയൂല അല്ലേ? എന്റെ ഈശോയെ, അങ്ങനൊന്നും പറയല്ലേ. എനിക്ക് സങ്കടം അങ്ങനെ പറഞ്ഞ. എടി, നിന്റെ പേരമ്മയ്ക്ക് നിന്നോട് ഇഷ്ടമല്ലേ? ഇഷ്ടമില്ലെന്നോ? എന്നെ ജീവന്റെ ജീവനാ. പിന്നെന്തിനാ പേരമ്മയുമാ നീ വഴക്കിട്ടത്? ഞാൻ വഴക്കിട്ടില്ല. പെറ്റമ്മയല്ലെങ്കിലും അമ്മയില്ലാത്ത ദുഃഖം അറിയിക്കാതെ എന്നെ വളർത്തി. ആ മനസ്സ് മുഴുവൻ സ്നേഹ. അതാ. എങ്കിൽ പേരമ്മയോട് തുറന്നു പറയണം. എന്ത്? എനിക്ക് അയാളെ ഇഷ്ടമാ, കല്യാണം നടത്തിത്തരാൻ പറയണം. ലക്ഷ്മിക്കുട്ടിന്നല്ല, ആർക്കും എന്നെ മനസ്സിലാവില്ല, മനസ്സിലാക്കില്ല. അതാ എന്റെ വേദനയും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പിന്നെ എല്ലാവരും നിന്റെ മനസ്സിൽ ഒരു മണവാളിനുണ്ടെന്ന് പറയുന്നതോ? എന്താ നീ ചിരിക്കുന്നത്? ഞാൻ നിന്നോടെല്ലാം പറയാം. നിനക്ക് മനസ്സിലാകുമോ എന്തോ? എന്റെ മണവാളിനെ കുറിച്ച് എല്ലാം പറയാം. എന്നെ നീ കളിയാക്കരുത്. ഇല്ലടി. നീ വാ. വാ ലക്ഷ്മിക്കുട്ടി. ഇല്ല, ഞാൻ വരില്ല. എന്താ, ഞങ്ങളുടെ പള്ളിക്കരൻ പേടിയാണോ? അയ്യോ, അതല്ല. കുളിച്ച് ശുദ്ധമാവാതെ ഒരു ദേവാലയത്തിലും കയറിക്കൂടാ. ശുദ്ധത ശരീരത്തിനല്ല വേണ്ടത്, മനസ്സിനാ. അതാ ദൈവത്തിനിഷ്ടം. നീ വാ. അന്നക്കുട്ടി, ഞാൻ ആദ്യമായിട്ട് നിങ്ങളുടെ പള്ളിയിൽ അതെയോ? ഇവിടാണ് നിന്റെ മണവാളൻ? അതെ. പള്ളിയിലെ ജോലിക്കാരനാ? അല്ല. പിന്നെ? ദേ, ആ കുരിശി കിടക്കുന്ന യേശു എന്റെ മണവാളൻ, ദൈവപുത്രൻ. എന്റെ ദൈവമേ, ഇതാരെങ്ങനെ കുരിശി തറച്ചത്? തലയിൽ മുൾക്കിരീടം, ശരീരം മുഴുവൻ മുറിവുകള്. കഷ്ടം. ഇങ്ങനെയാണ് നിങ്ങളുടെ യേശു മരിച്ചത്? അതെ. ഈ ലോകത്തിന് വേണ്ടി, നമുക്ക് വേണ്ടി. നമുക്ക് വേണ്ടിയോ? അതെ. നമ്മുടെ പാപങ്ങളാണ് അവൻ വഹിച്ചത്. നമ്മുടെ വേദനകളാണ് അവൻ ചുമന്നത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. തന്നെ കുരിശിലേറ്റിയവരോട് പോലും ക്ഷമിച്ചുകൊണ്ട് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി ചുംബിച്ച യേശുവാണ് എന്റെ മണവാളൻ. ഈ മണവാളനെ ഞാൻ മനസ്സാ സ്വീകരിച്ചു കഴിഞ്ഞു. യേശുവേ, നിൻ
അയ്യോ അന്നക്കുട്ടി, അന്നക്കുട്ടി, ഇവിടെ ആരും കാണുന്നില്ലല്ലോ. അന്നക്കുട്ടി എഴുന്നേക്ക്, അന്നക്കുട്ടി. നിറയെ പൂക്കളുണ്ടല്ലോ. എന്തിനാ മോളെ ഇത്രയധികം പൂക്കള്? മെയ് മാസം തുടങ്ങുമല്ലേ, മാതാവിന്റെ വണക്കമാസം ഇന്ന് മുതൽ ചൊല്ലി തുടങ്ങണം. ഞാൻ അതങ്ങ് മറന്നു. 30 ദിവസം എനിക്കും കൂടണം. ആ, ഞാൻ വന്നിട്ടേ മോള് വണക്കമാസം തുടങ്ങാവൂ. ശരി പേരപ്പ. ആ, സന്ധ്യയ്ക്ക് മുമ്പ് വരണേ പേരപ്പ. നോക്കാം മോളെ. പരിശുദ്ധ കന്യാമറിയമേ, എന്റെ അമ്മേ, എന്റെ ഹൃദയം നിന്റെ തിരുക്കുമാരന് ഇഷ്ടമുള്ള പൂങ്കാവനമാക്കി തീർക്കണമേ. എന്തോ മോളെ, എടി അന്നക്കുട്ടി. അമ്മേനെ വിളിച്ചോ? വിളിച്ചോന്ന് പിന്നെ എന്ത് കേട്ടോണ്ടാ നീ ഇപ്പൊ ഇങ്ങോട്ട് ഓടി വന്നത്? നിന്റെ നാവിറങ്ങിപ്പോയോ? വണക്കമാസം തുടങ്ങുകയല്ലേ, ഞാൻ മാതാവിന് പൂ വയ്ക്കുമായിരുന്നു. മാതാവിന്റെ രൂപത്തിൽ 4 പൂ വയ്ക്കാൻ ഇത്രയും നേരമോ? ഞാനത് ഭംഗിയാക്കി വെക്കുമായിരുന്നു. ഉടനെ തർക്കുത്തരം പറഞ്ഞു. പെമ്പിള്ളേരായ കുറച്ച് തുണയും തന്റേടോ ഒക്കെ വേണം. എടി മറിയപ്പെണ്ണേ, എടി. അമ്മ എന്നെ വിളിച്ചോ? നീ എന്നാടാ മറിയായത്? ഓ, മറിയായിരുന്നോ? ഈയിടെയായിട്ട് ചെവിക്കിച്ചിരി അടവ് പോലെ. പ്രാർത്ഥന ചൊല്ലുമ്പോ വായും പൊളിച്ചിരുന്ന് ഉറങ്ങിയ ചെവിയൊക്കെ അടയും. എടാ, നീ എന്റെ അന്നക്കുട്ടിയെ കണ്ടുപഠിക്ക്. ഈ പ്രായത്തിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. എന്തിനാ? എടാ, ഒരു നല്ല ഇണയെ കിട്ടാൻ. ഇത് നേരത്തെ പറയണ്ടേ? ദാ ഇന്ന് മുതൽ തുടങ്ങി കഴിഞ്ഞു. അധിക പ്രസംഗം പറയുന്നോ? പോടാകത്ത്. ആ, ഇത് നല്ല കൂത്ത്. എടാ, കേറി പോടാ. ഓ, ഇനി ഇവളുടെ കമയം കാണും. ഇപ്പോഴെങ്കിലും എഴുന്നള്ളിയല്ലോ. ഈ തിണ്ണയും പുരയൊക്കെ നന്നായിട്ട് തൂത്തിട്. ആ വാഴപ്പള്ളിയിൽ ഏത് സമയത്തും ചെറുക്കന്റെ ആൾക്കാര് കേറി വരും. 4 നേരം വെട്ടി വിഴുങ്ങാനല്ലാതെ നോക്കിയും കണ്ടും കാര്യങ്ങൾ ചെയ്യാൻ അറിയുമോ നിനക്ക്? സ്വപ്നം കണ്ടോണ്ടാണോടി നടപ്പ്? നിലത്ത് നോക്കി നടക്കടി. നീ അടുക്കളയിലോട്ട് വന്നേരെ, വെച്ചിട്ടുണ്ട് നിനക്ക്. തൂക്കുമ്പോ വെള്ളേ മാറാലയും കൂടെ തൂക്കണം. കള്ളപ്പള്ളിന്ന് ശീലിച്ചു പോയി. എന്റെ മോൾ അമ്മയുടെ അടുത്തിരിക്കെ. എത്ര ദിവസമായി പള്ളിക്കൂടത്തിലെ വിശേഷങ്ങൾ അമ്മയോട് പറഞ്ഞിട്ട്? ഇന്ന് പള്ളിക്കൂടത്തിൽ പോയിട്ട് ആരോടൊക്കെ സംസാരിച്ചു? പറ മോളെ. എന്റെ അമ്മേ, ഈ അന്നക്കുട്ടിയില്ലേ, ആരോടൊരു അക്ഷരം മിണ്ടൂല. തലയും കൊനിച്ചു പിടിച്ചൊരു നടപ്പാ. എന്നോട് പോലും ഒരു അക്ഷരം മിണ്ടൂല. എന്റെ കൂട്ടുകാരോളെ മിണ്ടപ്പെടെന്നാ വിളിക്കുന്നേ. പോടാ അവിടുന്ന്. എന്താ മോളെ പേരമ്മച്ചി കേക്കുന്നത്? നീ ആരോടും മിണ്ടൂലേ? മിണ്ടുന്നുണ്ട്. അമ്മ പറഞ്ഞിരിക്കുന്ന പിള്ളേരോട് മാത്രം. വേറൊറ്റ കുഞ്ഞോട് പോലും അന്നക്കുട്ടി മിണ്ടൂല. ഒന്ന് നോക്കോ പോലും ഇല്ല. ഞങ്ങളുടെ പള്ളിക്കൂടത്തി ഇങ്ങനെ ഒറ്റ കുട്ടിയേ ഉള്ളൂ. ആരാ ആ കുട്ടി? അന്ന, അമ്മയുടെ പ്രിയപ്പെട്ട അന്നക്കുട്ടി. എന്റെ മോളെ ആരും ഒന്നിനും പുറകോട്ട് മാറ്റി നിർത്തരുത്. പെമ്പിള്ളേരായ കുറച്ച് ചുണയും തന്റേടോ ഒക്കെ വേണം. നീ എന്നെ കണ്ടുപിടിക്ക്. ആപ്പച്ചാ, നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. ഒരഭിപ്രായ സ്വാതന്ത്ര്യം ഈ വീട്ടിൽ ഇല്ലല്ലോ ദൈവമേ. എന്റെ കുഞ്ഞെ, എന്റെ സ്വഭാവത്തിന്റെ ഒരു തരി പോലും നിനക്കില്ലല്ലോ. എന്റെ കൊച്ചേ, ശരിയല്ലേ മോളെ? ഞാൻ വളരെ ശരിയാണ്. എഴുന്നേറ്റ് പോടാ. ഞാൻ പോയേക്കാം. എന്റെ അമ്മോ. മുതിർന്നവരെന്തെങ്കിലും കുട്ടികളോട് ചോദിച്ചാ മറുപടി പറയണം. അല്ലാതെ മുഖം വെറുപ്പിച്ചിരിക്കുകയല്ല വേണ്ടത്. നിന്റെ നാക്കിറങ്ങി പോയോടി. കുറെ നേരമായല്ലോ ഞാൻ കിടന്ന് വർത്താനം പറയാൻ തുടങ്ങിയിട്ട്. അഹങ്കാരി. എടി മണ്ടി പെണ്ണേ, നീയല്ലാതെ ആരെങ്കിലും എന്റെ അമ്മയുടെ വർത്തമാനം കേട്ട് കരയുവോ? ഒരു കഥയില്ലാത്ത മത്ര എന്റേത്. ആദ്യേ പോണ്. ഇത് കൊള്ളാലോ. അയ്യോ, ഇത് ആര്? വരണം. ഞാൻ കാണാൻ കാത്തിരിക്കായിരുന്നു. ഇരിക്കെ. അമ്മയുണ്ടോ മോനെ? പിന്നെ ഒരു വെടിക്കെട്ടേ ഞകത്തേക്ക് പോയതേ ഉള്ളൂ. ഉടനെ വിളിക്കണോ? കുറച്ച് കഴിഞ്ഞു മതി. ഇടക്കാരാ, എത്ര വയസ്സായി? 55 കഴിഞ്ഞു. എന്റെ വയസ്സാ ചോദിച്ചത്. കാര്യം പറ. എന്റെ ദുഃഖം ഇടക്കാരനെങ്കിലും ഒന്ന് മനസ്സിലാക്കണം.
നാട്ടുകടപ്പ് അനുസരിച്ച് ചെറുക്കിന് 14 പെണ്ണിന് 12 മതി. മതി. ഇവിടെ ഒരുത്തിക്ക് കല്യാണം വേണ്ടേ വേണ്ടെന്നും പറഞ്ഞ്, ഇവിടെ ഉള്ളവർക്കാണ് കല്യാണം കഴിപ്പിച്ചടങ്ങുന്നും പറഞ്ഞു. എടാ ആപ്പച്ചാ, നിനക്ക് 16 കഴിഞ്ഞു, നിനക്ക് കല്യാണമൊന്നും വേണ്ടേ എന്ന് ഇവിടെ ഒരു മനുഷ്യനെയും ചോദിക്കുന്നില്ല. അതുകൊണ്ട് എന്റെ കാര്യം ഇടക്കാരനൊന്ന് ഏക്കണം. നല്ലൊരു ആലോചന അമ്മയുടെ അപ്പൻ്റെ അടുക്ക പറയണം. എന്റെ ഒരു ആഗ്രഹം അത് നടത്തി തരണം. മൊട്ടേന്ന് പിരിഞ്ഞില്ല, അതിനു മുമ്പ് നിനക്ക് പെണ്ണ് കെട്ടണം അല്ലേ? പഠിക്കേണ്ട പ്രായത്തിൽ ആമ്പിള്ളേര് പെണ്ണ് കെട്ടി പെറ്റിയെടുക്കാൻ പോകണ്ട. ഉത്തരവാദിത്വമില്ലാത്ത നാണമുണ്ടോടാ? എത്ര ക്ലാസ്സിലാണ് നീ പഠിക്കുന്നത്? നിന്റെ 2 ചേട്ടന്മാര് പഠിക്കാൻ പോയിരിക്കുന്നു. നിനക്ക് പഠിക്കാൻ വേണ്ട, ജോലിയും വേണ്ട, പെണ്ണ് കെട്ടിയാ. ഇടക്കാരൻ വലിയ സന്തോഷത്തിലാണല്ലോ. ചെറിയൊരു തമാശ ഓർത്ത് ചിരിച്ചു പോയതാ. എന്തു പറഞ്ഞു വാഴപ്പള്ളിക്കാര്? അവര് വലിയ സന്തോഷത്തിലാ. ഈ ആഴ്ച തന്നെ അവരിങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. പെണ്ണിനെ മാത്രം മതി അവർക്ക്. മുരിക്ക വീട്ടിലെ പെണ്ണിന് ഇട്ട് മൂടാനുള്ളത് കൊടുത്തേ വിടൂ. വെറുതെ ആർക്കും എന്റെ കൊച്ചിനെ കൊടുക്കുകയല്ല. താവാ ചാവടിയിലിരുന്ന് സംസാരിക്കാം. അയൽവക്കാരുടെ പലരുടെയും ചെവി ഈ വീട്ടിൽ പറ്റിച്ചു വെച്ചിരിക്കുക. അസൂയക്കാരാ. എടി മറിയേ, ഇടക്കാരൻ കുടിക്കാൻ ഇച്ചിരി സംഭാരം എടുത്തോ. എന്റെ മാതാവേ, നീ എന്റെ അവസ്ഥ കാണുന്നില്ലേ? കരഞ്ഞു കരഞ്ഞു ഞാൻ കുഴഞ്ഞു. മിണ്ടിയാലും കുറ്റം, മിണ്ടിയില്ലെങ്കിലും കുറ്റം. എനിക്കൊരു അമ്മയില്ലാത്ത കൊണ്ടല്ലേ എന്നോട് ഇങ്ങനെയൊക്കെ. ഈശോയെ, എന്റെ കണ്ണുനീര് നീ കുപ്പിയിൽ ശേഖരിക്കണേ. തക്ക സമയത്ത് നീ എന്നെ കൈപിടിച്ചുയർത്തണമേ. എന്റെ ജീവിതം നിനക്ക് മാത്രമുള്ളതാ. ഞാൻ എന്ത് വില കൊടുത്തു അത് നേടും. എനിക്ക് നിന്റെ കൃപ മതി, കൃപ മതി. അമ്മേ, മാതാവേ, ഈ മകൾക്ക് കൂട്ടായിരിക്കണമേ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എടി അന്നക്കുട്ടി, അന്നക്കുട്ടി അറിഞ്ഞോ? ദേ ചാവടി വലിയ ഗൂഢാലോചന. എന്താ കാര്യം? കാര്യത്തിന് വലിയ പുതുമയൊന്നുമില്ല. നിന്റെ കല്യാണക്കാരൻ തന്നെ. ദേ ഇപ്പോൾ അപ്പനും വന്നിട്ടുണ്ട്. എന്റെ ഈശോയെ, നീ ഞെട്ടണ്ട, ഇത് നടന്നത് തന്നെ. ഈ ഞായറാഴ്ച ഉറപ്പീര് 25 പേരാ ഇങ്ങോട്ട് വരുന്നത്. പോർക്ക്, താറാവ്, കരിമീൻ, കട്ട്ലേറ്റ്, പോത്ത്, ലിസ്റ്റ് വരെ തയ്യാറായി കഴിഞ്ഞു. അപ്പം ദേ പാചകക്കാരനെ വിളിക്കാൻ കുഞ്ഞാപ്പി വിട്ടു കഴിഞ്ഞു. അപ്പച്ച, ദൈവം നിന്നെ അനുഗ്രഹിക്കും. നീ എങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്ക്. ഒന്നും പറയട. എനിക്ക് മടുത്തി പോയാ മതിന്ന്. എന്റെ പൊന്നാങ്ങളെയല്ലേ, എനിക്ക് കല്യാണം വേണ്ടടാ. എന്റെ അമ്മയുടെ സ്വഭാവം നിനക്കറിയില്ല. മുറിക്ക് വീട്ടിൽ പൈലോച്ചൻ, അതായത് എന്റെ അപ്പം പോലും 5 കോല അകലെ നിന്നേ വർത്താനം പറയൂ. പിന്നെയായി കറിവേപ്പില. നീ ഇവിടുത്തെ രാജകുമാരിയല്ലേ? നീ തന്നെ ഒന്ന് കാലുപിടി. എന്നെ വിട്ടുകളാ മോളെ. ആ, അന്നക്കുട്ടി ഒന്ന് നിന്നേ. ഞാൻ മോളോടൊരു കാര്യം പറയാൻ പോവാ. മോൾ അനുസരിക്കണം. അനുസരിച്ചേ പറ്റൂ. എന്താ പേരപ്പാ? മോൾ ഇന്ന് സ്കൂളിൽ പോകണ്ട. അതെന്താ പേരപ്പാ? അല്ലെങ്കിൽ ഞാൻ തന്നെ പറയാം. പിന്നെ ഒരു വാക്ക് പറഞ്ഞില്ല എന്ന് പറയരുത്. ഇന്നലെ വാഴപ്പള്ളിയിൽ നിന്ന് ചെറുക്കന്റെ ആൾക്കാർ വന്നിരുന്നു. എല്ലാം ഞങ്ങൾ തീരുമാനിച്ചു. നാളെ കഴിഞ്ഞ് വാഴപ്പള്ളി വെച്ച് നിന്റെ കല്യാണം ഉറപ്പിക്കല. നിന്റെ അപ്പനെ അറിയിക്കാൻ ആളെ വിട്ടിട്ടുണ്ട്. അടുത്ത ആഴ്ച മനസ്സമ്മതം, 2 ആഴ്ചക്കുള്ളിൽ കല്യാണം. കുറച്ചിലോ പിഴിച്ചിലോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ശബ്ദം കേട്ടു പോകരുത്. അത്രയും കടുപ്പിച്ച് നീ പറയണ്ടായിരുന്നു. ഒരു കുഴപ്പമില്ല. കുറെ നാളായി ഞാൻ കാല് പിടിക്കുന്നു. കുറെ ഏറെ കൊഞ്ചിച്ചു. എന്റെ മോക്ക് നല്ലതേ വരൂ. ഈശോയെ, ഈ പാവം പിടിച്ചിട്ട് എന്തിനിങ്ങനെ പരീക്ഷിക്കുന്നു? ഒന്നുറക്കെ കരയാൻ പോലും എനിക്ക് സ്വാതന്ത്ര്യമില്ല. കേട്ടില്ല. അന്നക്കുട്ടി ഇനി എന്ത് ചെയ്യണം? ഒരു കഴിവില്ലാത്തവളായി അന്നക്കുട്ടി. എന്റെ ആഗ്രഹം സാധിച്ചു തരില്ല. എന്ത് ത്യാഗം സഹിക്കാനും ഞാൻ ഒരുക്കുക.
ആരൊക്കെ വെറുത്താലും നിന്റെ തിരുമുറിവുകളെ ഓർത്ത് ഞാൻ സഹിച്ചോളാം. ഒരത്ഭുതം പ്രവർത്തിച്ച് എന്നെ വീട്ടിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്ത്. അന്നക്കുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും പരീക്ഷണം നിറഞ്ഞ ദിവസമായിരുന്നു അത്. ഒരു നിത്യകന്യകയായി യേശുവിനു വേണ്ടി ഒരു സമർപ്പിത ജീവിതം. കുഞ്ഞുനാളിലെയുള്ള ആഗ്രഹം ഇതാ തച്ചുടയാൻ പോകുന്നു. എല്ലാവരും വർണ്ണിക്കുന്ന തന്റെ സൗന്ദര്യമാണ് എല്ലാത്തിനും കാരണം. നശ്വരമായ സൗന്ദര്യത്തെക്കാളും അനശ്വരമായ ദൈവിക സൗന്ദര്യമാണ് താൻ ആഗ്രഹിക്കുന്നത്. എങ്ങനെയെങ്കിലും ഈ കല്യാണാലോചന മുടങ്ങണം. പതിര് കത്തിയെരിയുന്ന ചാരക്കുഴിയിലെ തീയിൽ കാല് കുറച്ചു പൊള്ളിച്ചാൽ ഈ ആലോചന മുടങ്ങും. കുറച്ചു വേദന സഹിച്ചാലും എൻ്റെ യേശുവിനു വേണ്ടി ജീവിക്കാൻ തനിക്ക് സാധിക്കും. ഇതിനേക്കാൾ എത്രയോ പേരുടെ വേദനയാണ് യേശുനാഥൻ കാൽവരി കുരിശിൽ എനിക്കു വേണ്ടി സഹിച്ചത്. അതിൻ്റെ ചെറിയ ഒരംശം ഞാനും സഹിക്കണം. കാലിലെ ഒരു വിരൽ പൊള്ളിക്കുവാൻ സഹനത്തിൻ്റെ തീച്ചൂളയിലേക്ക് സ്വയം അവൾ കാലുകൾ നീട്ടി. അന്നക്കുട്ടിയുടെ ശബ്ദമല്ലേ കേൾക്കുന്നേ? ആരാ അവിടെ കരയുന്നേ? നിനക്ക് അന്നക്കുട്ടിയെ, അന്നക്കുട്ടി, നീ എവിടെ? അന്നക്കുട്ടി, നിനക്ക് എന്ത് പറ്റി? അന്നക്കുട്ടിയെ, നീ പുറകുവശത്ത് ആണോ ശബ്ദം? അന്നക്കുട്ടി, നീ എവിടെയാ? അന്നക്കുട്ടിയെ, ഇത് ഇവിടെ വീട്ടിൽ വന്നാരാണ്ട് പറഞ്ഞ അവിടെ കാല് പൊള്ളിയെന്ന്. അങ്ങനെ ഞാൻ അറിഞ്ഞത്. ഞാനത് കേട്ടപ്പോൾ ഞെട്ടി കരഞ്ഞു. ഞാൻ ഒരുപാടിരുന്ന് കരഞ്ഞു. അന്നക്കുട്ടിയുടെ കാല് പൊള്ളി എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പം അടുത്ത് പള്ളിക്കൂടത്തിൽ പഠിപ്പിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അറിഞ്ഞെല്ലാവരും. അപ്പം അറിഞ്ഞപ്പോൾ ഞാൻ അന്നക്കുട്ടിയുടെ വീട്ടിലേക്ക് ഓടിപ്പോയി. എന്റെ കർത്താവേ, എന്റെ കുഞ്ഞിന് എന്നാ പറ്റി? എന്റെ മോനെ നീ വേഗം ചെല്ലടാ. എനിക്കൊരു സമാധാനവും ഇല്ലേ. അമ്മ സമാധാനിക്ക്. തമ്പുരാൻ അറിയാതെ ഒന്നും സംഭവിക്കില്ല. എന്നാ സംഭവിച്ചെന്ന്. വൈദ്യരെ, അന്നക്കുട്ടിക്ക് എന്താ പറ്റിയത്? മോളെ, ചാരക്കുഴി കാല് പോയെന്ന് കേട്ടു. കാല് പൊള്ളിയെന്നാ തോന്നണേ. ഞാൻ അങ്ങോട്ടൊന്ന് പോകുക. എനിക്ക് അന്നക്കുട്ടിയെ കാണണം. ഞാൻ വരുന്നു. വേണ്ട മോളെ, ഞാൻ അന്വേഷിച്ചിട്ട് വരാം. ഞാനും കൂടെ വെച്ചാന്ന് ചോദിച്ചാൽ കൊണ്ടുപോയില്ല എന്നെ. എന്നിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. വല്യമ്മ അപ്പനും ഭയങ്കര മറുപടിയായിരുന്നു. രണ്ടുപേരും ഒരുപോലെ അന്നമ്മയെന്നും പറഞ്ഞ് വിളിക്കാൻ മറുപടിയായിരുന്നു. എന്തൊക്കെയാണോ സംഭവിച്ചത്? അന്നക്കുട്ടിക്ക് വേണ്ടി ഞാൻ അമ്പലത്തിൽ പോയി വഴിപാട് കഴിച്ചു. 2 പ്രാവശ്യം പോയി വഴിപാട് കഴിച്ചു. പായസവും കഴിച്ചു, എണ്ണയും മേടിച്ച് വിളക്കിന് കൊടുത്തു 2 ദിവസം. അവർക്ക് വേണ്ടി എന്ത് വേണേലും ചെയ്യാൻ ഞാൻ തയ്യാറായിരുന്നു. അന്നക്കുട്ടിയുടെ കാല് പോക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കാല് ഓർത്തു. കല്യാണം പറഞ്ഞ് മുറിക്കപ്പോൾ മോക്ക് കലകത്തിൽ കൊണ്ടവൾ മഴക്ക എന്നും മഴക്കായിരുന്നു. കെട്ടിക്കുന്ന വന്നു കാര്യം പറയാൻ. അതിനവൾ ഉമ്മയിലിരിക്കാത്തത് കൊണ്ട് കാല് കുത്തിക്കയറ്റും. പഴയ കാലത്തിലേയും വെള്ളി കുത്തിപ്പൊളിച്ചല്ലേ. പഴയ കാലത്തിൽ അങ്ങനെയാണ്. കാല് പൊള്ളിയതിന് ശേഷം അമ്മച്ചി അന്നക്കുട്ടിയെ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. കുട്ടിയാത്തോടെ ഞാൻ അന്നക്കുട്ടിയെ കണ്ടു. എൻ്റെ അച്ചായനുമായിട്ട് അവിടെ ചെന്ന് എൻ്റെ അപ്പനുമായിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞു. അപ്പനെയും കണ്ട് അന്നക്കുട്ടിയെയും കണ്ട് അവിടെ അപ്പനെയും കണ്ടേച്ചൊക്കെയാണ് പോകാൻ. അവളുടെ കാല് ഒരുപാട് പൊള്ളിയിട്ടുണ്ടായിരുന്നു. എടാ കൊച്ചൂട്ട, എന്നാ പറ്റിയടാ മോൾക്ക്? എന്ത് പറയാനാ, എടുക്കാൻ പോയതാ. അറിയാതെ ചാരക്കുഴി വീണു. കയറി ഇരിക്ക്. ഓ ഓ ഇരിക്ക്.
അന്നക്കുട്ടി, ഇതെന്നാ പറ്റിയടി? ഉമ്മിക്കരി എടുക്കാൻ പോയതാ, കാല് തന്നെ തീക്കകത്ത്. വേദനയുണ്ടോ? പിന്നെ വേദനയില്ലാതിരിക്കുവോ? മുട്ടുവരെ പൊള്ളി തൊലി ഉരിഞ്ഞു പോയി. ഒന്നും പുറത്തു കാണിക്കുകയല്ല. വേദനയെല്ലാം ഈശോമിശിഹായ്ക്ക് വേണ്ടി കാഴ്ചവെക്കുക. നല്ല സന്തോഷത്തിലാ. സഹിക്ക് എന്റെ ചങ്ക തരുവാ കുഞ്ഞെ. കരയാതമ്മേ, അന്നക്കുട്ടിക്ക് സങ്കടാവും. സങ്കടം? ഞാൻ പറഞ്ഞില്ലേ, സന്തോഷമാ, സന്തോഷം. അന്നക്കുട്ടിയെ കണ്ടപ്പോൾ ഞാനും കരഞ്ഞു, അന്നക്കുട്ടിയും കരഞ്ഞു. അന്നക്കുട്ടിക്ക് വിഷമാണെന്ന് പറഞ്ഞ് അപ്പനെന്നെ വഴക്ക് പറഞ്ഞു. എന്നതാ മോളെ കാണിക്കുന്നേ? കരയാതെ. എങ്ങനെയുണ്ട് വൈദ്യരെ? എന്റെ കയ്യിൽ ഒതുങ്ങുന്നു തോന്നണില്ല. പഴുപ്പ് കൂടി കൂടി വരിക, മണവുമുണ്ട്. എത്രയും വേഗം വിദഗ്ധരായ ഡാക്ടർമാരെ കാണിക്കണതാവും നല്ലത്. പൊള്ളൽ അത്രയ്ക്ക് കണ്ടുപോയേ. അവിടെ അപ്പം വന്ന് കൂട്ടിക്കൊണ്ടുപോകാമെന്ന് അറിയിച്ചിട്ടുണ്ട്. കുടമാളൂരാകുമ്പോ നല്ല ചികിത്സയും കിട്ടും. അതാവും നല്ലത്. എന്റെ ഈശോയെ, ഞാനിതെല്ലാം കാണുമല്ലോ. നീ ഇതെങ്ങനെ സഹിക്കുന്നു അന്നക്കുട്ടി? ആപ്പച്ച, ജീവിതത്തിന്റെ ഓരോ നിമിഷവും എന്റെ കർത്താവിനോട് കൂടെ ഇരിക്കുന്നതിനാൽ എനിക്ക് ഭയമില്ല. എല്ലാം നന്നായി അറിയുന്നവനും വ്യക്തിപരമായി എന്നെ സ്നേഹിക്കുന്നവനുമായ കർത്താവിന്റെ കരങ്ങളിലൂടെയാണ് എല്ലാം എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഈ സഹനം ഞാൻ ചോദിച്ചു വാങ്ങിയതാണ്. പിന്നെ എനിക്കെന്ത് വേദന? ഞാൻ കരുതിയത് നീ ഒരു പാവം മണ്ടിപ്പെണ്ണാണെന്നാണ്. തെറ്റി, മാപ്പ്. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാനും ഒന്ന് പഠിക്കട്ടെ. വിശുദ്ധ അൽഫോൻസാമ്മ, ദ പാഷൻ ഫ്ലവർ. ദീപ്തി ചിന്തിയ
ചിന്തി